ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷ്യാമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യൽ റെസിപ്പിയായ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുക്കിംഗ് ടൈം ഉൾപ്പെടെ 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഹെൽത്തി തേങ്ങാച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. വരൂ, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നതിനായിട്ട് 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. കപ്പിൻ്റെ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 1 കപ്പ്, അതായത് 250 ml 1 കപ്പ് അരി. സാധാരണ തേങ്ങാച്ചോറ് തയ്യാറാക്കാനായിട്ട് മട്ട അരിയാണ് ഉപയോഗിക്കുക. ഇത് നമ്മുടെ റേഷൻ പീടികയിൽ നിന്നൊക്കെ കിട്ടുന്ന മട്ട അരിയാണ്. മട്ടരി കൊണ്ട് തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നതാണ് കൂടുതൽ ഹെൽത്തിയും ടേസ്റ്റിയും. ഇനി മട്ടരി കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് കുറുവരിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം. തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നതിനായിട്ട് അരിയുടെ കൂടെ വേണ്ട സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. തേങ്ങ, ഞാൻ 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കൂടെ ഒരു 40ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ ഉള്ളിയാണ്. വലിയ ടൈപ്പ് ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 എണ്ണമൊക്കെ മതിയാകും. അതൊന്ന് നെടുകെ പൊളിച്ചെടുക്കണം. ഇത് ചെറിയ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ പിന്നെ മുറിക്കുന്നില്ല. ഇതിൻ്റെ കൂടെ ഇനി വേണ്ടത് ഉലുവയാണ്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വേണം. ഇപ്പം ഞാൻ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പ്രഷർ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. എല്ലാ ചേരുവകളും ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ കുക്കിംഗ് ടൈം ഒന്നും എടുക്കില്ല. അതൊരു 1 പോട്ട് റെസിപ്പിയാണെന്ന് തന്നെ പറയാം. അരി മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങാച്ചോറായതുകൊണ്ട് തന്നെ തേങ്ങ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ വേണം. ഇനി ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചോറ് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. ഇനി ഒരു 2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ഗുണത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഈ ചോറിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിനൊക്കെ ഒരു കൈ അളവാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലൊന്നും അളന്ന് പറയുന്നുണ്ട്. ഞാൻ ടോട്ടൽ ഇതിലോട്ടൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കൈ അളവ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വെള്ളത്തിൽ വിരൽ മുക്കി വെക്കുമ്പോൾ ഒരു 1/4 വിരൽ അളവിൽ വെള്ളം ഒഴിക്കണം. പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ. നിങ്ങളിനി പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിൽ 1 വിരലിൻ്റെ ഹൈറ്റിൽ വെള്ളം ഒഴിക്കണം. അതായത് അരിയുടെ മുകളിൽ 1 വിരലിൻ്റെ ഹൈറ്റിലുള്ള വെള്ളം വേണം. ഇത് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തരുന്ന അളവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പം പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കറിൻ്റെ മൂടി കൊണ്ട് ഇത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 4 വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് പോയ ശേഷം തുറന്നെടുക്കാം. കണ്ടില്ലേ, ഇടയിൽ തന്നെ നമ്മുടെ ആവി പറക്കുന്ന തേങ്ങാച്ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെള്ളമൊക്കെ കറക്റ്റായി ഒട്ടും വെന്തുടഞ്ഞു പോവാതെയും വേവ് കുറയാതെയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ തേങ്ങാച്ചോറ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. പണ്ടത്തെ ബിരിയാണിയാണിതെന്ന് പറയാം. എന്ത് വിശേഷം ഉണ്ടെങ്കിലും പണ്ടത്തെ ആൾക്കാർ തയ്യാറാക്കിയിരുന്ന ഒന്നായിരുന്നു ഈ തേങ്ങാച്ചോറ്. ഇതിൻ്റെ കൂടെ നല്ല ഇറച്ചി വരട്ടിയതും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ കുശാലാവും. ഇത് വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ആ വെള്ളത്തിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ മതി. ചിലർ ചേർത്ത് കാണാറുണ്ട്, ഞങ്ങളുടെ ഏരിയയിൽ ചേർക്കാറില്ല. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയ തേങ്ങാച്ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും തേങ്ങാച്ചോറ് തയ്യാറാക്കാറില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇനി പ്രത്യേകിച്ച് കർക്കിടക മാസമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നും തയ്യാറാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളവർക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുതേ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്